റോഡ് നിയമലംഘനങ്ങൾക്ക് പിഴയടക്കാൻ ഓടി നടന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് പിഴ അടപ്പിച്ച് യുവാവ്. പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിരത്തിലിറങ്ങിയ സർക്കാർ വാഹനത്തിനാണ് റോഡിൽ തടഞ്ഞു നിർത്തി വാഹനത്തിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ പിഴയടപ്പിച്ചത്. കൊല്ലം ഓഴൂർ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. വാഹന പരിശോധന നടത്തുന്ന MVD ഉദ്യോഗസ്ഥരെ കണ്ട സമീപത്തെ കടയിലെ ജീവനക്കാരൻ പരിവാഹൻ സൈറ്റിൽ കയറി സർക്കാർ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ചു. ജനുവരി 25-ന് കാലാവധി അവസാനിച്ച വണ്ടിയുമായാണ് എത്തിയതെന്ന് മനസ്സിലാക്കിയ ഇയാൾ വാഹനത്തിനടുത്ത് ചെന്ന് ഉദ്യോഗസ്ഥരോട് ഈ വാഹനത്തിന് പിഴയടക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ജനുവരി 25-ന് നിങ്ങളുടെ വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നിട്ടുണ്ട്, ഇതിപ്പോൾ ഫെബ്രുവരി ആയില്ലേ, പിഴയടക്ക് സാറേ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ഒന്നും രണ്ടുമല്ല 5000 രൂപയാണ് മിനിയാന്ന് എന്നെ കൊണ്ട് അടപ്പിച്ചത്, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് സാറേ, നിങ്ങളുടെ വണ്ടിക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്ന് യുവാവ് ചോദിച്ചതോടെ പ്രതിസന്ധിയിലായ ഉദ്യോഗസ്ഥർ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ വാഹനം തടഞ്ഞ് പിഴയടച്ചിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധം പിടിച്ചതോടെ ഉദ്യോഗസ്ഥർ വഴങ്ങേണ്ടി വന്നു. 2000 രൂപ പിഴ ചലാൻ അടച്ചതായ ചലാൻ യുവാവിനെ ഫോണിൽ കാണിച്ചാണ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും സ്ഥലം വിട്ടത്. യുവാവിന്റെ മുൻപിൽ പിഴയിട്ടെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പിഴ ഒഴിവാക്കിയിട്ടുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ചാൽ പിഴ വരുന്ന തീയതി മുതൽ 7 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ പിഴ ഒഴിവാക്കി നൽകണം എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമം. എന്നാൽ യുവാവിന്റെ ഈ പ്രവൃത്തിയിൽ കൈയടിക്കുകയാണ് നിയമം. പോലീസുകാരും മോട്ടോർ വാഹന വകുപ്പും ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒരുപോലെ പാലിക്കേണ്ടതാണ് എന്ന ഒരു മെസ്സേജാണ് യുവാവിലൂടെ ജനങ്ങൾക്ക് കിട്ടിയത്. അതേസമയം വാഹന പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കുന്നത് തടയാൻ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സെന്റർ ആപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരുന്നു. പുകപരിശോധിക്കുന്ന സ്ഥാപനത്തിന്റെയും വാഹനത്തിന്റെയും വീഡിയോയും ഉൾപ്പെടുത്തിയാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. നാളിതുവരെ ഫോട്ടോ മാത്രമാണ് ചേർത്തിരുന്നത്. അതുവഴി വ്യാജ കാർഡ് ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നടപടി. വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൈറ്റിൽ ചേർത്ത ശേഷം 2 തവണ ചിത്രമെടുക്കും. അതിനുശേഷം വീഡിയോയും അപ്ലോഡ് ചെയ്താൽ മാത്രമേ പുതിയ ആപ്ലിക്കേഷനിൽ പുകപരിശോധന തുടങ്ങുകയുള്ളൂ എന്നതാണ് പ്രത്യേകത. അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാർ പുതിയ ആപ്പിലേക്ക് മാറുന്നതിനുള്ള പരിശീലനവും തുടങ്ങിയിട്ടുണ്ട്. പണം ഞങ്ങൾ തരും.